നേരത്തെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാടാ ഞങ്ങൾ ആൻ്റണിയുടെ കൂട്ടുകെട്ടുന്ന നിന്നോട് വിട്ടു പോകാൻ പറഞ്ഞത്. നിന്നെ ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാടാ. സച്ചേട്ടനെ നീ എന്ന് വെച്ച ജീവനാടാ. നിനക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിന്നെന്ന് വെച്ച് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സച്ചേട്ടൻ. നീ നന്നാവാൻ വേണ്ടിയിട്ടാടാ അദ്ദേഹം നിന്നോട് വഴക്ക് കൂടിയതും നിൻ്റെ കൈ പിടിച്ചതുമൊക്കെ. നിന്നെ സ്നേഹം മാത്രമേ ഉള്ളൂ സച്ചേട്ടന്. എനിക്കറിയാം ചേച്ചി, എനിക്കെൻ്റെ തെറ്റ് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആൻ്റണിയെ പോയി കണ്ടു. ഞങ്ങൾ തമ്മിൽ ഇനി ഒരു ബന്ധവും ഉണ്ടാവില്ല. ഇനി അവൻ എൻ്റെ സുഹൃത്തല്ല, എൻ്റെ ശത്രുവാണ്. കൂട്ടുകാരി ശരത്തിൻ്റെ മാനസാന്തരാണ് ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിലെ ഒരു നല്ല അനിയനായിട്ട് ശരത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞു വന്നത് ഇന്നലെ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുധിക്ക് ഒരു പുതിയ ബോഡി ഗാർഡിനെ നിയമിക്കാനുള്ള ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഘടോത്കചനായിട്ട് ഒരാൾ ഫയൽ ചെയ്യുന്ന പേരായിട്ട് ഒരാൾ വരുന്നുണ്ട്. വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. സുധിക്ക് ആളെ ഇഷ്ടമായി. അപ്പോൾ 10,000 രൂപ സാലറി കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മതി 10,000 മതി, എൻ്റെ ഫുഡിൻ്റെ കാര്യം സാറ് നോക്കിയാൽ മതി. പറയണ്ടോ ആയിക്കോട്ടെ, അതൊരു മെനു തന്നെ ഉണ്ട് പറയാം. അപ്പോൾ മെനു അതെ, രാവിലെ ഒരു 20 ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു 20 കഷ്ണം പുട്ട്, അതിനനുസരിച്ചിട്ടുള്ള കറി, ഉച്ചയ്ക്ക് ഒരു 4 ആൾക്കുണ്ണാനുള്ള ചോറ്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു കോഴി നിർത്തി പൊരിച്ചത്, പിന്നെ അത് കൂടാതെ 3 അയക്കൂറ ഫ്രൈ, പിന്നെ മട്ടൻ സൂപ്പ് എന്നൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 20 ചപ്പാത്തി, അതിന് മട്ടൻ കറി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു മെനു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ സുധി ആകെ അമ്പരന്ന് പോവാണ്. ഇതിപ്പോൾ തനിക്ക് തരണ ശമ്പളത്തിൻ്റെ 4 ഇരട്ടി വേണമല്ലോ തനിക്കിപ്പോൾ ഫുഡ് തരാമെന്നൊക്കെ പറയാണ് സുധി. അപ്പോൾ പൈലി പറയണം, അതെ സാർ, എൻ്റെ ശരീരം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടേ, ആൾക്കാർ കാണുമ്പോൾ ഒന്ന് പേടിക്കണ്ടേ, താനിപ്പോൾ ഇത്രയൊക്കെ കഴിച്ചിട്ട് താൻ വലിയ ഘടോത്കചനൊക്കെ ആയിട്ട് ഇപ്പം എന്താ കാര്യം, തനിക്ക് ആരോഗ്യം ഉണ്ടോയെന്ന് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കുകയാണ് സുധി. അപ്പോൾ സാർ ഒന്ന് എഴുന്നേറ്റ്, എന്തിനാ എഴുന്നേക്ക് സാർ പറയാണ്. അപ്പോൾ സുധി അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സുധീനെ എടുത്ത് വട്ടം കറക്കാണ് പൈലി. അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ നിലത്ത് നിർത്ത്, എന്നെ കൊല്ലല്ലേ എന്ന് പറയാണ്. അങ്ങനെ പൈലി താഴത്ത് നിർത്തിയിട്ട് ചോദിക്കണേ, സാറിനിപ്പോൾ മനസ്സിലായില്ലേ എനിക്ക് ആരോഗ്യം ഉണ്ടെന്ന്. ഇനി സാറ് പറയും, ശരി തന്നെ, ഞാൻ എൻ്റെ ബോഡി ഗാർഡായിട്ട് അപ്പോയിൻറ്റ് ചെയ്തേക്കാണ്, തനിക്ക് ജോലിക്ക് കയറാം എന്നൊക്കെ പറയണം. ഓക്കെ സാർ, താങ്ക് യു വട്ടം. അങ്ങനെ പൈലി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സുധി പറയണം, ഇനി സുധി ഈ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ ഇനി ശ്രുതിനെ ആർക്കും ഒന്നും ചെയ്യാൻ കൂട്ടിയാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കാരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി ഇതൊക്കെ കണ്ടിട്ട് ആകെ പകച്ചിട്ടാണ് കേട്ടോ നിൽക്കണേ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് രേവതിയുടെ വീടാണ്. രേവതിയുടെ വീട്ടിൽ രേവതിയുടെ അമ്മ രേവതിയുടെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്നിട്ട് പദം പറയാണ്, മകനെ പറ്റിയിട്ടൊക്കെ പരാതി പറയാണ്. നമ്മളെങ്ങനെ വളർത്തിയത്, അവൻ നമ്മുടെ കൈവിട്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരാതി പറയുന്ന സമയത്ത് ശരത്ത് കയറി വരുമ്പോൾ രേവതിയുടെ അമ്മ പോയിട്ട് അവനെ അടിക്കുകയാണ്. നീ ഒറ്റൊരുത്തൻ കാരണമായിട്ട് അത് മുഴുവൻ ഉണ്ടായത്. എന്താന്നോ, നിനക്ക് വേണ്ടിയിട്ടല്ലാണ് ഞങ്ങൾ ജീവിച്ചത്, നീ നല്ല വഴിക്ക് നടക്കണമെന്ന് വിചാരിച്ചിട്ടല്ലടാ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞങ്ങൾ അമ്മ കാര്യം എന്താണോ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ രേവതി ആൻ്റണിയുടെ വീട്ടിൽ പോയി, ആൻ്റണിയുടെ ഓഫീസിൽ പോയി. അവിടെ വെച്ചിട്ട് ആൻ്റണി അവളെ തള്ളി താഴ്ത്തിട്ട് തല പൊട്ടി. അവളിപ്പോൾ ഹോസ്പിറ്റലിലടാ, നിനക്ക് വേണ്ടി സംസാരിക്കാനാണ് അവൾ പോയത്. നീ നന്നാവാനും നിന്നെ നല്ല വഴിക്ക് നടത്താനും ആൻ്റണിയോട് പറയാൻ വേണ്ടിയിട്ട് പോയതാടാ. എന്നിട്ട് അവൻ ചെയ്തതോ നിനക്ക് വേണ്ടിയല്ലാടാ. അവൾ പഠിപ്പ് നിർത്തിയത് നിങ്ങൾക്ക് വേണ്ടിയല്ലാടാ. അവൾ കഷ്ടപ്പെട്ടത്. അവൾ നിങ്ങളുടെ ചേച്ചിയുടെ സ്ഥാനത്തല്ല, നിങ്ങളുടെ അമ്മയുടെ സ്ഥാനത്തല്ല നിങ്ങളെ നോക്കിയത്. എന്നിട്ട് ഇത്തിരിയെങ്കിലും നന്ദി ഉണ്ടോടാ. നീ എൻ്റെ മോൻ തന്നെയാണോടാ. എനിക്കിപ്പോൾ തോന്നുന്നു സച്ചി നിൻ്റെ ഒരു കൈ ഒടിച്ചത് 2 കാലും കൂടി തല്ലൊടിക്കേണ്ടതായിരുന്നു എന്ന്. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി നിൻ്റെ കൈയും കാലും ഒടിച്ചിട്ട് എന്ത് സച്ചിയാവില്ല, ഞാനാവും എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ഉറക്കെ കരയാണ്, ശരത്തിനെ ഉപദ്രവിക്കണം. അപ്പോൾ ശരത്ത് പറയാണ്, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, ഇതൊക്കെ എപ്പോഴാണ്ടായി എന്നോ. നിനക്കൊരു തുണ്ട് പോലും സ്നേഹം ഉണ്ടോടാ രേവതിയോട്. ചേച്ചിയോട് ആൻ്റണിയുടെ അവിടേക്ക് പോകാൻ പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ടാണ് അവൾ പോയത് എന്നൊക്കെ പറയാണ് ലക്ഷ്മി. തക്ക നേരത്ത് സച്ചി അവിടെ എത്തിയോണ്ട്, സച്ചിനെ വിളിച്ച് പറഞ്ഞ് സച്ചി അവിടെ എത്തിയോണ്ട് എൻ്റെ മോള് കൂടുതൽ കുഴപ്പമൊന്നുമില്ല, എന്നെ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ലക്ഷ്മിക്ക് ഫോൺ വരികയാണ്. ഫോൺ വരും, മോളെ ദേവു, അമ്മ ഇറങ്ങുക, ഞാൻ ഇവിടെ ജംഗ്ഷനിൽ നിൽക്കാം, നീ ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറയാണ്. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ദേവുവിനോട് വരാൻ പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞ് ലക്ഷ്മി തിരിഞ്ഞ് നോക്കുമ്പോൾ ശരത്തിനെ അവിടെ കാണാനില്ല. ശരത്ത് അപ്പോഴേക്കും പോയേക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശരത്ത് നേരെ പോണത് ആൻ്റണിയുടെ ഓഫീസിലേക്കാണ്. അപ്പോൾ ആൻ്റണി ഇങ്ങനെ പറയണോ, മേലെ അനക്കാൻ വയ്യ. അപ്പോൾ ആൻ്റണിയുടെ കൂടെയുള്ള കൊട്ടേഷൻ പറയണത്, ആൻ്റണി ഇത് വെറുതെ വിടരുത്, അവന് പറ്റിയ നല്ല 4 നമുക്ക് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ആൻ്റണി മിണ്ടരുത് നിങ്ങൾ, ഒരുത്തൻ വന്ന് എന്നെ തല്ലിയിട്ടൊക്കെ കാഴ്ചക്കാരായിട്ട് കണ്ടു നിന്നേക്കാം, എന്നിട്ട് വലിയ വർത്തമാനം പറയാൻ വന്നേക്കാം എന്നൊക്കെ പറയണം. ആ സമയത്ത് ശരത്ത് ഇനിയിപ്പോൾ ഇത് അറിഞ്ഞോ സഹിക്കുമോയെന്നറിയില്ല, അവൻ്റെ ചേച്ചീനെ ഇതാക്കിയത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശരത്ത് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ശരത്ത് ചോദിക്കുകയാണ്,
നീയേ നിനക്ക് കിട്ടിയത് പോരെ ചോദിക്കുകയാണ് ആൻ്റണിയോട്. അപ്പോൾ ശരത്തെ എന്താണോ എൻ്റെ ചേച്ചി ഇവിടെ വന്നപ്പോൾ നീ എൻ്റെ ചേച്ചീനെ എന്താടാ ചെയ്ത്? നീ എൻ്റെ ചേച്ചീനെ ഉപദ്രവിച്ചോ? ഞാൻ ബാക്കി എന്തും ഞാൻ സഹിക്കും. ഞാൻ നിൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ. ആൾക്കാർ മുഴുവൻ നിന്നെപ്പറ്റി അപവാദം പറയുമ്പോഴും ഇത് പറയുമ്പോഴും ഞാൻ എല്ലാവരുടെ മുമ്പിൽ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടില്ല. എൻ്റെ ചേച്ചിയുടെ ദേഹത്ത് നീ കൈവച്ചൂലേ? നിനക്ക് എന്ത് ധൈര്യത്തിലാടാ നീ എൻ്റെ ചേച്ചിയുടെ ദേഹത്ത് കൈവച്ചതോ? ഞാനായിട്ട് അവിടെ പോയിട്ട് നിൻ്റെ ചേച്ചീനെ ഉപദ്രവിച്ചിട്ടില്ലേ ശരത്തെ? അവളായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കുറേ പറഞ്ഞ് അവൾ എന്നെ തല്ലാനൊക്കെ കൈവങ്ങപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഒരാൾ പറഞ്ഞ് തല്ലാൻ കൈവങ്ങുമ്പോൾ ഒരു സ്ത്രീയുടെ നേരെ കൈവയ്ക്കാനോടാ ചെയ്യുക? നീ ഒരു നന്ദിയുള്ളവനാണോടാ? നിൻ്റെ കൂടെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുന്നിട്ടുള്ളതല്ലേ ഞാൻ? നിനക്ക് സച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയല്ലേ? ഇതല്ല, ഇതിലും കൂടുതൽ കിട്ടണമായിരുന്നു. സച്ചേട്ടൻ ചെയ്തത് തന്നെ കറക്റ്റ്. ഒരു പെണ്ണിൻ്റെ ദേഹത്ത് കൈവയ്ക്കണം, നീയൊന്നും ഇങ്ങനെ ഇരുന്നൂടറാ എന്നൊക്കെ പറയാണ് ശരത്ത്. അപ്പോൾ ആൻ്റണി ചോദിക്കണം, എന്താ ശരത്തെ നീ ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനെയൊന്നും നീ എന്നോട് സംസാരിക്കരുത്. നമ്മളൊന്നുമില്ല സുഹൃത്തുക്കളോ? ഇനി നമ്മൾ ഏത് വഴിക്കേടാ സുഹൃത്തുക്കളായത്? ഇനി ഒരിക്കലും ഞാൻ നിൻ്റെ സുഹൃത്തല്ല. എൻ്റെ ചേച്ചിയുടെ ദേഹത്ത് കൈവച്ചണ ഒരാളും എൻ്റെ സുഹൃത്തുക്കളല്ല. ഇനി നമ്മൾ മിത്രങ്ങളെ അല്ല. ഇനി മേലെ ഒരു ബന്ധവും പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരുമരുത്, സംസാരിക്കരുത്. കേട്ടല്ലോ? എനിക്കിപ്പോൾ മനസ്സിലാവണു എൻ്റെ ഭാഗത്തുള്ള തെറ്റ്. ഇനി മേലെ നമ്മൾ തമ്മിൽ യാതൊരുവിധ ബന്ധമില്ല. എന്തും ഞാൻ സഹിക്കും. പക്ഷേ എൻ്റെ ചേച്ചീനെ തൊട്ട് കളിച്ച് അത് ശരത്തി ജന്മ സഹിക്കില്ല. ഇനി മേലെ നമ്മൾ കണ്ടുമുട്ടരുത്. നീ എൻ്റെ വഴിക്ക് വരരുത്, ഞാൻ നിൻ്റെ വഴിക്ക് വരുന്നില്ല. ഓക്കെ ബൈ പറഞ്ഞിട്ട് ശരത്ത് അവിടുന്ന് ആൻ്റണിയോട് വഴക്കൂടിയിട്ട് പോവാണ്. വഴക്കൂടി പോകുമ്പോൾ കൂടെയുള്ളവർ പറയണം, അവൻ പോയല്ലോ ആൻ്റണി, തിരിച്ചു വിളിക്കണോട്ടാ ശരത്തെ വിളിക്കാൻ അവർ. അപ്പോൾ ആൻ്റണി പറയണം, വേണ്ടടാ, പോട്ടെ. അവൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയി. എനിക്കറിയാം അവന് രേവതീനും ജീവനാണെന്ന്, പക്ഷെ ഇത്രയും ജീവനാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സാരമില്ല, അവൻ പൊക്കോട്ടെ, അവനുള്ള പണി നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ശരത്തിനെതിരെയുള്ള ട്രാപ്പുമായിട്ടാണ് ആൻ്റണി നിൽക്കുന്നത്. അങ്ങനെ ആ ഭാഗത്ത് അത് കഴിഞ്ഞു. ശരത്ത് അവിടുന്ന് ആൻ്റണി ആയിട്ടുള്ള കൂട്ട് വിട്ടിറങ്ങി. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഡോക്ടർ റൗണ്ട്സിന് പോകുന്ന സമയത്ത് സച്ചി വന്നിട്ട് ചോദിക്കുന്നു, ഞാൻ രേവതിയുടെ ഹസ്ബൻഡാണ്. ഡോക്ടർ രേവതിയുടെ സ്കാനിങ് റിപ്പോർട്ട് എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് പറയണേ, കുഴപ്പമൊന്നുമില്ല സച്ചി, രേവതിക്കൊരു പ്രശ്നമില്ല കേട്ടോ, തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല, 2 മണിക്കൂറും കൂടി ഒബ്സർവേഷനിൽ കിടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് രേവതീനെ വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ, ഡിസ്ചാർജ് ആക്കാം എന്നൊക്കെ പറയാണ്. അപ്പോൾ ശരി ഡോക്ടർ എന്ന് പറയണം. അങ്ങനെ സച്ചി രേവതിയുടെ അടുത്തേക്ക് വരുമ്പോൾ പറയാണ്, രേവതി കുഴപ്പമൊന്നുമില്ല, സ്കാനിങ്ങിൽ ഒരു പ്രശ്നമില്ല, 2 മണിക്കൂർ കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല പറയുമ്പോൾ ഇപ്പോൾ സച്ചേട്ടന് സമാധാനമായില്ലേ ചോദിക്കണം. സമാധാനമായി പറയാണ്. അപ്പോൾ രേവതി ഇരുന്ന് ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഇപ്പോൾ സച്ചേട്ടന് അടുത്ത പനി വന്നേനെന്നൊക്കെ പറയണേ, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇരുന്ന് ചിരിക്കണം കണ്ടില്ലേ അവൾ എന്ന് പറയാണ് സ്നേഹത്തോട് കൂടിയിട്ട്. എന്നിട്ട് രേവതിനെ ശാസിക്കുകയാണ് സച്ചി. അതെ, ഞാൻ നിനക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് വരാം, നീ ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് ഒന്നും വേണ്ട സച്ചേട്ടാ, എനിക്കിപ്പോൾ വിശക്കണമൊന്നുമില്ല, സച്ചേട്ട ഇവിടെ ഇരുന്നാൽ മതി, എനിക്ക് ഒന്നും വേണ്ട പറയുമ്പോൾ, അത് പറഞ്ഞേ പറ്റില്ല, നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറയാണ് സച്ചി. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് നിനക്കൊരു ജ്യൂസ് മേടിച്ചിട്ട് വരാട്ടോ എന്ന് പറയാണ്. അപ്പോൾ ശരി പറഞ്ഞിട്ട് അങ്ങനെ സച്ചി ജ്യൂസ് മേടിക്കാൻ പോണ സമയത്ത് ഓടിക്കരഞ്ഞിട്ട് സച്ചി പോയി ജ്യൂസ് മേടിക്കാൻ പോയപ്പോൾ ഓടിക്കരഞ്ഞിട്ട് പാഞ്ഞു വരികയാണ് ലക്ഷ്മി മകളെ കാണാൻ. എൻ്റെ മോളെ നിനക്ക് എന്താ പറ്റി ഈശ്വര, അത്രയൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കരയാണ് ലക്ഷ്മി. കൂടെ ദേവുണ്ട്. എന്നിട്ട് അവനാണ് ഇതിനെല്ലാത്തിനും കാരണം. എൻ്റെ മോൾക്ക് ഇത്രേ പറ്റില്ല, ഭാഗ്യം എനിക്ക് സച്ചിനെ വിളിച്ച് പറയാൻ തോന്നിയത്, അവൻ വന്നുകൊണ്ട് എൻ്റെ കുട്ടി രക്ഷപ്പെട്ടു. അമ്മ എനിക്ക് അങ്ങനെ വിചാരിക്കത്തക്ക കുഴപ്പമൊന്നുമില്ല, സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല, 2 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട്, പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പേടിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവരെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ദേവും ലക്ഷ്മി കരയന്നെയാണ് കേട്ടോ. ഈ സമയത്താണ് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ച് കരഞ്ഞിട്ട് ശരത്ത് ഓടി വരുന്നത്. ശരത്ത് വന്നിട്ട്, ഒരുപാട് തല്ലിയോ ചേച്ചീനെ വേദനിക്കുന്നുണ്ട്, ചേച്ചിക്ക് തലയിലത്തെ മുറിവ് ആഴത്തിലുള്ളതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട ലക്ഷ്മി ഓടി വന്ന് ശരത്തിനെ അവിടെ വെച്ച് അടിച്ചിട്ട് പറയാം, ഇറങ്ങിപ്പോടാ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് സമാധാനം കളയാ, നിനക്ക് മതിയായില്ലടാ, നിൻ്റെ ചേച്ചി കിടക്കണ കിടപ്പ് കണ്ടില്ലേ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോയതാണ് അവൾ, എന്നിട്ട് അവൾക്ക് പറ്റിയത് കണ്ടില്ലേ, നീ ഇനി കുടുംബത്തിൻ്റെ നാശം കണ്ടേ അടങ്ങും, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലടാ ഞങ്ങൾ കഷ്ടപ്പെടുന്നതും എല്ലാം, നീയല്ലടാ ഞങ്ങളുടെ പ്രതീക്ഷ, എന്നിട്ടും നീ കാരണം ഇങ്ങനെ ഉണ്ടായല്ലോടാ, നീ ഇറങ്ങിപ്പോടാ, നിന്നെ കാണണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ആശുപത്രിയാന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ശരത്തിന് വഴക്ക് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതി പറയണം, അമ്മ ഒന്ന് മിണ്ടാതിരിക്കുക, ഇത് ഹോസ്പിറ്റൽ, അമ്മ മിണ്ടാതിരിക്കുക, അവനെ ഇങ്ങനെ വഴക്ക് പറയല്ലേ പറയണം. അങ്ങനെ ശരത്ത് വന്നിട്ട് ചോദിക്കണം, ചേച്ചിക്ക് ഒരുപാട് വേദനിച്ചോ? സാരല്ലേടാ ശരത്തെ,
ചേച്ചി നിൻ്റെ നല്ലത് മാത്രമേ വിചാരിച്ചുള്ളൂ, സച്ചേട്ടനും നിൻ്റെ നല്ലത് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം, നീ പഠിച്ച് നല്ല നിലയിലൊരു ജോലിക്ക് കാരണം ഇത്രയും ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ. നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാടാ സച്ചേട്ടൻ നിന്നെ അടിക്കണതും വഴക്ക് പറയണതൊക്കെ. സച്ചേട്ടന് നീ എന്ന് വെച്ച ജീവനാടാ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ശരത്തിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണം. നീയല്ലടാ ഞങ്ങളുടെ ജീവൻ, നിനക്ക് വേണ്ടിയല്ലടാ ഞങ്ങൾ ജീവിച്ചത്, അച്ഛനില്ലാത്ത നമ്മുടെ കുടുംബത്തിൻ്റെ അത്താണി നീയല്ലടാ, നീ നന്നാവും എന്നല്ലേ നമ്മൾ വിചാരിക്കണേ. നീ മോശം കൂട്ടുകെട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിൻ്റെ അവസ്ഥ ആലോചിച്ച് എനിക്ക് നല്ല പേടിയുണ്ട് ശരത്തെ. നീ ഇപ്പോൾ ആവശ്യമില്ലാത്ത ദുശീലങ്ങളൊക്കെ തുടങ്ങിയില്ലേ, ഇനി എന്താവും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കരയാണ്. ഇത് കേൾക്കുമ്പോൾ ശരത്ത് പറയുകയാണെങ്കിൽ ഞാൻ ആൻ്റണിയെ പോയി കണ്ടിരുന്നു ചേച്ചി, ഞാനും അവനും തമ്മിൽ ഇനി യാതൊരുവിധ ബന്ധം ഉണ്ടാവില്ല, അവനുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും അവസാനിപ്പിച്ചിട്ടാണ് ശരത്ത് പോന്നേക്കുന്നത്. ഇനി ശരത്ത് ഒരിക്കലും തെറ്റ് ചെയ്യില്ല ചേച്ചി, ഇനി ശരത്ത് നല്ല കുട്ടിയായിട്ട് ജീവിച്ചോളാം എന്നൊക്കെ പറയണം. അപ്പോൾ രേവതിക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമായി. രേവതി പറയണ സന്തോഷമായി ശരത്തെ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇതൊക്കെ കേട്ടിട്ട് ഒരാൾ പുറത്ത് നിൽക്കേണ്ട സച്ചിട്ടോ, സച്ചിക്ക് സന്തോഷമാവണം ശരത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ. എനിക്ക് സന്തോഷമായി ശരത്തെ, ഇത് കേൾക്കാനാടാ ഞങ്ങൾ ആഗ്രഹിച്ചത്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ തലയിലത്തെ മുറിവ് കുറച്ച് നേരത്തെ ആവായിരുന്നു, നീ ഇത്ര പെട്ടെന്ന് മാറുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി നേരത്തെ ആൻ്റണിയെ പോയി കണ്ടേനെ, അപ്പോൾ എനിക്ക് ഒരെണ്ണം കിട്ടിയാലും നീ അതിനെക്കാട്ടിലും നേരത്തെ നന്നാവുമായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് രേവതി. ഞാൻ എന്ത് സഹിക്കും, എൻ്റെ ചേച്ചീനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ സഹിക്കില്ല, കാരണം ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയല്ലേ പഠിപ്പ് മുടക്കിയത്, ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ജീവിച്ചത്, ആ ചേച്ചീനെ മറന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ സങ്കടത്തോടു കൂടി പെരുമാറാണ് ശരത്ത്. ഇതെല്ലാം കേട്ടിട്ട് സച്ചി പുറത്ത് നിന്ന് കരഞ്ഞിട്ട് കണ്ണ് തുടയ്ക്കാനട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആശുപത്രിയിൽ അങ്ങനെ ഒരു നല്ല രീതിയിൽ ശരത്തിൻ്റെ കൂട്ടുകെട്ടൊക്കെ അവസാനിച്ചു. ശരത്ത് നല്ല കുട്ടിയായി. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കാണിക്കണത് നമ്മുടെ ശ്രുതിയുടെ മോൻ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. ആദിക്കുട്ടൻ കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കുന്ന സമയത്ത് അവിടേക്ക് യാദൃശ്ചികമായി ഒരാൾ വേണ്ട, യാദൃശ്ചികമായല്ല മനഃപൂർവ്വമായിട്ട് വരണത്. അത് വേറെ ആരുമല്ല, ശ്രുതിയുടെ ജീവിതത്തിലത്തെ വില്ലനായിട്ടുള്ള നവീൻ ദാസ് ജയിലിൽ നിന്ന് ഇറങ്ങി നവീൻ ദാസാണ് വരുന്നത്. അപ്പം നവീൻ ദാസ് ഇങ്ങനെ കാണുകയാണ് ആദ്യമോൻ അവിടെ ഇരുന്നിട്ട് കുട്ടികളുടെ കളി കാണുന്നത്. ശ്രുതിക്കുള്ള അടുത്ത ട്രാപ്പാണ് നവീൻ ദാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നവീൻ ദാസ് പോയിട്ട് ആദ്യമോനോട് ചോദിക്കാം, മോൻ എന്താ കളിക്കാതെ ഇവിടെ ഇരിക്കണേ ചോദിക്കുമ്പോൾ ആദ്യം പറയും, അതോ ഞാൻ 100 റൺസ് എടുത്ത് സെഞ്ചുറി അടിച്ചിട്ടായിരിക്കണം, എനിക്ക് ഇന്ന് കളിയില്ല, നാളെ ഉള്ളൂ കളി അങ്കളെ എന്ന് പറയണം. ആണോ, മോൻ 100 റൺസൊക്കെ എടുത്തു, അപ്പം മോൻ സച്ചിൻ ടെണ്ടുൽക്കർ ആണല്ലോ, ഒരു കാര്യം ചെയ്യട്ടെ, മോൻ്റെ കൂടെ നിന്നിട്ട് അങ്കിളൊരു സെൽഫി എടുക്കട്ടെ. അതെന്തിനാ? അതോ നാളെ നാളൊക്കെ മോൻ വലിയൊരു സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ആകുമ്പോൾ അങ്കിളിന് പറയാലോ, അങ്കിളിൻ്റെ കൂടെ ചെറിയ കുട്ടിയായ സമയത്ത് അങ്കിൾ കൂടെ വന്ന് സെൽഫി എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാലോ എന്ന് പറയാണ് ആദിയോട് നവീൻ ദാസ്. അപ്പോൾ ആദ്യക്ക് ഇത് കേൾക്കുമ്പോൾ ശരിയാ അങ്കിളിന് പറയാലോ, ശരി അങ്കിൾ സെൽഫി എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം നവീൻ ദാസിൻ്റെ കൂടെ സെൽഫി എടുക്കാൻ റെഡി ആവണം. അപ്പോൾ മോനൊന്ന് ചിരിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ ദാസ് അടുത്ത ട്രാപ്പാണ്, ശ്രുതിക്കുള്ള അടുത്ത ട്രാപ്പായിട്ടാണ് നവീൻ ദാസ് ഒരുങ്ങിക്കുന്നത്. അങ്ങനെ ആദ്യയുടെ കൂടെ സെൽഫി എടുക്കുകയാണ്. അങ്ങനെ നവീൻ ദാസ് വന്നിട്ട് ആദ്യയുടെ കൂടെ സെൽഫി എടുക്കുന്ന ആ ഒരു ത്രില്ലിങ് ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് ഇടുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.